നന്ദ, സിദ്ധം പറഞ്ഞതുപോലെ വിഷുവിന്റെ പൂജകൾ ചെയ്യാനും കണിയൊരുക്കാനും ഏതെങ്കിലും വഴിക്ക് കൃഷ്ണ എത്താൻ സാധ്യതയുണ്ടോ? എങ്ങനെയമ്മേ? നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണ വരാൻ എന്താ വഴി? ചെറിയൊരു തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഓ, അതൊന്നും കാര്യമില്ല. പുറത്തിറങ്ങിയപ്പോ അതൊക്കെ തീർന്നില്ലേ? ഇതെന്താ മോളെ? അതെ അതെ സർ, ഇനി പൊടിയടിച്ചാലോ? ആ പോകുന്ന തറവാട്ടിലെ പൂജയും ചടങ്ങുകളൊക്കെ ആയിട്ട് ആളുകൾ ഒരുപാട് ഉണ്ടാവില്ലേ? അതിന് മുഖം മറിച്ചിട്ടാണോ അവിടെ ചെന്ന് ഇറങ്ങുന്നേ? ദേ, ഇത് ശരിയല്ലോ കേട്ടോ. ആ നെറ്റി കൊണ്ട് കാണിച്ചേ. ടെമ്പറേച്ചർ ഒന്നുമില്ല. ഇനിയിപ്പോ ജലദോഷം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചിട്ട് അത് പരിഹരിച്ചിട്ടേ നമ്മളിനി പോകുന്നുള്ളൂ. അതൊന്നും വേണ്ടച്ചാ. എന്നാ പിന്നെ ആ മാസ്ക് എടുത്ത് മാറി മോളെ. എന്റെ പൊന്നു മോളെ, ഇത്രയും ഐശ്വര്യമുള്ള മുഖത്ത് മാസ്ക് വെക്കാന്നൊക്കെ പറഞ്ഞാ അതൊരു കടുങ്കയ്യാ കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ മോളെ കാണുമ്പോഴേ അവിടെ ഉള്ള ആളുകൾ പറയണം, വിഷുവിന്റെ തലേദിവസമായിട്ട് തറവാട്ടിൽ നല്ല ഐശ്വര്യമുള്ളൊരു പെങ്കൊച്ച് വന്ന് കയറിയെന്ന്. അത് കേൾക്കുമ്പം അച്ഛനൊരു സന്തോഷം തോന്നില്ലേ? നമുക്ക് പോവാം. കൃഷ്ണ, നീ പോയേ അച്ഛൻ്റെ കൂടെ മുന്നിലിരിക്കും. സാരി നവീന് ഇഷ്ടം. ഇതാണോ പേര് കേട്ട ഗാഥ ശ്രീനിവാസ്? സിത്താര ശ്രീനിവാസ് ഉരുക്ക വനിത എന്നൊക്കെയാണല്ലോ പറയുന്നേ. അതിന്റെ ഒരു കഷ്ണം പോലും ഗാഥയ്ക്ക് കിട്ടിയില്ലേ? എങ്ങനെയുണ്ടോ ഒരു പേടി? നിന്നോട് ആരടി എന്റെ മുറിയിലേക്ക് കയറാൻ പറഞ്ഞ? എന്തിനു നീ എന്നെ പേടിപ്പിച്ചേ? ഇത് കണ്ടോ? നീയാ ഇതിനൊക്കെ കാരണം. ഞാനാ കാരണമെന്ന് പറയാൻ ഡ്രസ് എന്റെ കയ്യിലായിരുന്നോ? ഒരുങ്ങിയൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെറുതെ വന്ന് നോക്കിയതല്ലേ. പിന്നിൽ വന്ന് പേടിപ്പിക്കുന്നതാണോടി നീ പഠിച്ച മര്യാദ? എന്താ ഇവിടെ? ഒന്നുമില്ല എന്റെ അമ്മായി. പൂജയ്ക്ക് പോവാൻ ഒരുങ്ങി കഴിഞ്ഞോന്നറിയാൻ ഞാനൊന്ന് കേറി നോക്കിയതാ. എന്നെ കണ്ടപ്പോ പെട്ടെന്ന് പേടിച്ചു വിറച്ച് കയ്യിലുണ്ടായിരുന്ന സാരിയൊക്കെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ഞാനാ ഇപ്പൊ എല്ലാത്തിനും കുഴപ്പമെന്നാ പറയുന്നേ. ദേ, വെറുതെ അമ്മയുടെ മുന്നിൽ വെച്ച് കള്ളം പറയരുത്. നീ എന്റെ പിന്നിൽ വന്ന് ശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ചില്ലേടി? ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കാൻ ഞാൻ എന്താ അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടിയോ? കീർത്തി, ഒരു നല്ല ദിവസമായിട്ട് ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ലേ നിനക്ക്? എല്ലാത്തിനും നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ?
നിങ്ങളുടെ കാര്യത്തിന് ഇവിടെ ആരും ഒരു തടസ്സവും നിൽക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടോ? ആ ഇനി അമ്മായും തുടങ്ങിക്കോ പറയാൻ. അല്ലെങ്കിലും മരുമോളെ സംരക്ഷിക്കാൻ ഞങ്ങളെ തള്ളിപ്പറയലാണല്ലോ അമ്മായിയുടെ പ്രധാന ജോലി. എന്തിനാ കീർത്തി നീ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നേ? ഗാതമോളെ ഒരുങ്ങാൻ വിട്ടത് ഞാനാ. അത് കഴിഞ്ഞ് ഗാതമോള് പുറത്തിറങ്ങി വരുമല്ലോ, ഞാൻ അതിനല്ലേ പുറത്ത് കാത്തു നിന്നത്. നീ ഒന്ന് ഇറങ്ങിപ്പോയേ. എന്നിട്ട് നീ അമ്മയും കൂട്ടി നാഗത്തറയിലേക്ക് വരാൻ നോക്ക്. ന്യായീകരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആരെ എന്തും ചെയ്യാലോ. ഷോ, എന്തൊരു ശല്യം ഇത്! ഓരോരുത്തരും മാറി മാറി വെറുതെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. അത് പോട്ടെ മോളെ, അവരച്ഛനും അമ്മയും മോളും എത്ര പറഞ്ഞാലും ഇതൊക്കെ തന്നെ ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ല, മോളെന്തിനാ ഈ ഡ്രസ്സ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നേ? അല്ല, പൂജയ്ക്ക് പോകുമ്പോ എടുക്കാൻ. പൂജയ്ക്ക് പോകുമ്പോ മോഡേൺ സാരികളൊന്നും പറ്റില്ല, സെറ്റ് സാരി ഉടുത്താ മതി. സെറ്റ് സാരിയോ? അത് നന്നായിട്ട് ചേരുമല്ലോ മോൾക്ക്. നല്ല ഭംഗിയാ അത് ഉടുക്കുമ്പോ. പെട്ടെന്നാവട്ടെ, ബാക്കി എല്ലാവരും റെഡി ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അമ്മയുടെ സഹായം എന്തെങ്കിലും മോൾക്ക് വേണോ? വേണ്ട വേണ്ട, അമ്മ പൊയ്ക്കോ. ആ നന്ദ, സിദ്ധം പറഞ്ഞതുപോലെ വിഷുവിന്റെ പൂജകൾ ചെയ്യാനും കണിയൊരുക്കാനും ഏതെങ്കിലും വഴിക്ക് കൃഷ്ണ എത്താൻ സാധ്യതയുണ്ടോ? എങ്ങനെയമ്മേ? നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണ വരാൻ എന്താ വഴി? ഇറങ്ങുമോളെ. ഇതെന്തിരിപ്പ ഇത്? ഇറങ്ങി വാ മോളെ. നന്ദ, അത് കണ്ടോ നീ? അത് കൃഷ്ണയാ. നാഗദൈവങ്ങൾ അവളെ കൃത്യമായി എത്തിച്ചു. അത്ഭുതാണല്ലോ അമ്മേ.